കാരണം ജിമ്മിൽ എല്ലാ ദിവസവും പോകുന്നുണ്ടാവും, പ്ലാനിങ്ങും കാര്യങ്ങളും ഭയങ്കര ഉറക്കം ഒഴിച്ചിട്ടും ചെയ്യും, അവിടത്തേക്ക് എത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. അതായത് 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അച്ചീവർ, അവർക്ക് എപ്പോഴും കാര്യങ്ങൾ നേടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. ഇവർക്ക് ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെക്കാളും വലിയൊരാളെ ഇവർക്ക് കിട്ടത്തില്ല. അവരുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇന്നലെ വരെ അവൻ്റെ എന്താ പറയുക പേഴ്സണലായിട്ടുള്ള സക്സസിന് വേണ്ടി അവൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നത് 60% ആണെങ്കിൽ 110% പിറ്റേ ദിവസം മുതൽ. കാരണം ജിമ്മിൽ എല്ലാ ദിവസവും പോകുന്നുണ്ടാവും, പ്ലാനിങ്ങും കാര്യങ്ങളും ഭയങ്കര ഉറക്കം ഒഴിച്ചിട്ടും ചെയ്യും, അവിടത്തേക്ക് എത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും, കാണിച്ചു കൊടുക്കും. അവന് എന്താണോ അവനിപ്പോൾ ഇൻസൾട്ട് ചെയ്തെന്ന് വിചാരിക്കുക, ഇന്ത്യയിൽ എന്താ ഉള്ളത്, അപ്പം അവന് എന്താണോ ഈ ലോകത്ത് ഏറ്റവും നേടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. ഉദാഹരണത്തിന് എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പാർട്ട്ണറിൻ്റെ ഹസ്ബൻഡ് എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയി, അവരുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യണം, എൻ്റെ അണ്ടറിൽ പണിയെടുക്കുന്നത് പോലെ, ആ ഒരു കമ്പനിയുടെ ഓർഡർ ഞാനാകുന്നത് പോലെ, ആ ലെവലിൽ ഇവർ ഡ്രീമിങ് ചെയ്യുകയും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് പണിയെടുക്കുകയും ചെയ്യും. അതിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക.